ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടാ. അപ്പോൾ ഇത് ഇന്നത്തെയും കൂടിയിട്ടുള്ള കുറച്ച് വീഡിയോ കേട്ടാ. അപ്പോൾ ഇന്നലെ ലെങ്ത്ത് കൂടും, അതുകൊണ്ട് ഇന്നലെ ഞാൻ വീഡിയോ ഒരു 13 നിർത്തിയതാണ് കേട്ടാ, മിനിറ്റിൽ. അപ്പോൾ ഇന്നലത്തെ ബാക്കിയുള്ള കുറച്ച് വീഡിയോ ആദ്യം ഒന്ന് കാണാട്ടാ. അപ്പോൾ മുൻവശത്ത് ഒരു 2 കവുങ്ങുമ്മ കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു കേട്ടാ. അതായത് ഒരുപാട് നമ്മളെ ആവശ്യത്തിന് ഇഷ്ടം പോലെയുള്ള കുരുമുളക് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ ഈ പാർക്കിലൊക്കെ പോയാൽ അങ്ങനെ മക്കളിങ്ങനെ സാധനത്തും ഇരുന്നിട്ട് ഇങ്ങനെ നിരങ്ങി വരില്ലേ, അതുപോലെ ആ കവുങ്ങിൻ്റെ തൂമ്പത്തുനിന്ന് ഈ ഒന്നാകെ അങ്ങോട്ട് ഊരി വീണിട്ടാ. അങ്ങനെ ഒക്കെ ഇങ്ങനെ ഊരി വന്നിട്ട് ഇങ്ങനെ കെടുക്കുക കേട്ടാ. അപ്പോൾ നമ്മൾ ആ പഴയ ആ ഒരു ഇതില്ല, എന്നാലും വീട്ടിലത്തെ ആവശ്യത്തിന് കുറച്ച് കുരുമുളകൊക്കെ കിട്ടും കേട്ടാ. അപ്പോൾ അത് അന്ന് ഞാൻ പൊട്ടിച്ചിട്ട് ഉണക്കാട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണങ്ങി തുടങ്ങി. പിന്നെ വടക്കോർത്ത് ഒരു കാലം ഒരു 10-20 തോക്കുണ്ടാവും, ഒന്ന് പൊട്ടിച്ചെടുക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ഉണക്കൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നല്ല അടിപൊളിയായിട്ട് അതൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടാ. അപ്പം ഞാനത് ആ വെള്ളത്തിൽ നിന്ന് വാരിയിട്ട് ഒരു മുറത്തേക്ക് ഇട്ടിട്ട് പരത്തി വയ്ക്കുക കേട്ടാ. നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ ഒരൊറ്റ വെയിൽ മതി കേട്ടോ. അന്നത്തെ ഒരു വെയിൽ മാത്രം മതി, അത്രയും ചൂടാണ് ഇട്ടപ്പോൾ. എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അടുക്കളയത്തെ അടിക്കലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞാൽ മുറ്റൊന്നങ്ങോട്ട് ഇറക്കൊന്നങ്ങോട്ട് അടിച്ചിടും കേട്ടോ. അതൊരു പതിവാണ്. അപ്പോൾ അടുക്കളയത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മളെ ഇതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. മേലത്തെ ചിമ്മിണിക്കൂടിൻ്റെ മേലെ കൊണ്ടുവച്ചിറക്കുക കേട്ടാ. ഇതണ്ട, എന്നിട്ട് ഞാൻ വലയൊക്കെ പൊതിഞ്ഞിറക്കുകയാണ്. അതും തട്ടി മറിച്ചിട്ടിട്ടൊക്കെ ഇവർ കൊണ്ടുപോകും കേട്ടാ. അപ്പം അങ്ങനെ ഒരു ചക്കയ്ക്ക് ഒരാൾ വന്നു. അപ്പോൾ ആ ആൾക്കൊരു ഇടിഞ്ചക്ക മതി പറഞ്ഞു. അപ്പോൾ ആ ഇടിഞ്ചക്ക ഇട്ടപ്പോൾ വീണതാട്ടാ, ഒരു മൂത്ത ചക്ക. എന്നാൽ പഴുക്കാനായിട്ടുമില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും എലിശ്ശേരി കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എലിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉച്ചക്കലത്തെ ഊണ് കഴിഞ്ഞാണ്ട് ചോറാണ്ട് പള്ളിയിലേക്ക് എത്തിയ വഴിക്ക് ഞാൻ അങ്ങോട്ട് പോന്നിട്ടാ. റെസ്റ്റ് ചെയ്യാനൊന്നും ഇരുന്നില്ല. അപ്പോൾ അതാണ്ട് വെട്ടിപ്പൊളിച്ച്. അങ്ങനെ പഴുത്ത ചക്കേനെക്കായും ഈ പച്ച ചക്കര ചോളം ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടാട്ടാ. പക്ഷേ വിവരം അറിയും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിങ്ങനെ പൊളിക്കുമ്പോൾ അതിന് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അടത്തി തിന്നുന്നത്. പുളിമാത്രം കൂടി ഇല്ല കേട്ടാ, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ച്, ഇപ്രാവശ്യം ആദ്യമായിട്ട് കിട്ടിയ ഒരു ചക്കയല്ലേ. പിന്നെ ഞാൻ പറയാമല്ലോ, എലിശ്ശേരി ഉപ്പേരി ഇതിൻ്റെ ചക്ക സൂപ്പറാണ് കേട്ടാ. നല്ല പൊടിയുള്ള കുരുവാണ്. അങ്ങനെ ഞാൻ അതവിടെ ഇരുന്നിട്ടൊക്കെ ചുളെടുത്ത് കുരുവൊക്കെ നമ്മളെ കുഞ്ഞരലിൻ്റെ കുട്ടിയായിട്ട് ഒന്ന് ചതച്ചിട്ട് അതും ഒക്കെ തൊലി കളഞ്ഞ്. അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് ഞാൻ ചുളയും കുരു നന്നാക്കിയതും കൂടിയിട്ട് മാറ്റി വെച്ച്. അപ്പോൾ അവർക്ക് വേഗം എടുത്ത് കറി വയ്ക്കാമല്ലോ. പിന്നെ എനിക്കുള്ളത് ഞാൻ എടുത്തിട്ട് അതും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ്. പിന്നെ തറവാട്ടിലേക്കൊക്കെ ഓരോ കഷ്ണം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ ഈ മെണഞ്ഞൊക്കെ അവരെ കയ്യുമ്പോൾ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് പറിച്ചിട്ട് ചോളയായിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ റേഷൻ പിടിയിൽ നിന്ന് മണ്ണെണ്ണയൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഇതേപോലെ ചക്കയൊക്കെ വെട്ടിയാൽ ഈ മണ്ണെണ്ണയിട്ട് ഈ മടാളും കയ്യൊക്കെ ഒന്നാണ്ട് തുടച്ചാൽ നല്ല വൃത്തിയാവട്ടെ. പിന്നെ ഒന്ന് സോപ്പിട്ട് കഴുകിയാൽ മതി. അപ്പം മണ്ണെണ്ണ കണ്ട കാലം മറന്നിട്ടാ. കണ്ടല്ലേ, ഉണക്കൽ നല്ല കിലുകിലാന്നായിട്ടാ. അപ്പോൾ ഞാനതൊക്കെ ഒരു കണ്ടെയ്നറിൽ നിറച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടാ. ഒരു പരിപ്പും തക്കാളി ഒന്നും കറി വെക്കാനില്ലെങ്കിലും ഒരു പരിപ്പും തക്കാളി ഒന്ന് കറി വെച്ചിട്ട് ഈ 2 ഉണക്കമാന്തരം എടുത്ത് വറുത്താലും നമുക്ക് പള്ളറച്ച് ചോറിനല്ലേ. അപ്പോൾ ഞാൻ 2 ഞാൻ വറുത്തിട്ടാ. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നേരം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഉണക്കലല്ലേ. അപ്പോൾ എന്നിട്ട് മുളകും മഞ്ഞളൊക്കെ കണ്ട് തേച്ചിട്ട് വറുത്തപ്പോൾ ചിപ്സ് തിന്നണ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ. മോനും ഒക്കെ നല്ല ഇഷ്ടമായി. അല്ലെങ്കിൽ ഓനും ഉണക്കമാന്തളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കാലത്തേക്ക് ഉണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ അതൊക്കെ ഉണക്കലൊക്കെ എടുത്ത് കൊണ്ടുവച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കുരുമുളക് നമ്മൾ ആവശ്യത്തിനുള്ളതിനേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതിപ്പോൾ മോളുടെ കല്യാണത്തിനൊക്കെ ആയിട്ട് വെപ്പുകാർക്കൊക്കെ തലേദിവസം വെപ്പുകാർക്കും അന്നത്തെ വെപ്പുകാർക്കൊക്കെ ആയിട്ടുള്ളതൊക്കെ കൊണ്ടുപോയിട്ടാണ്. അപ്പം നമ്മൾ ഇതിങ്ങനെ സ്റ്റോക്ക് വയ്ക്കും. തീരെ ഇല്ലാത്തവരൊക്കെ ചോദിക്കുമ്പോൾ 2 മണിയൊക്കെ കൊടുക്കൂട്ടാ. അപ്പോൾ അതൊക്കെ ഒന്ന് ചേറി പെറുക്കിയിട്ട് വയ്ക്കുകയാണ്. പിന്നെ കുരുമുളകൊക്കെ ഉണക്കുമ്പോൾ അത് മണി വേറെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഉണക്കുക.
അതല്ല വെച്ചെങ്കിൽ ഇത് ഉണക്കിയാൽ നമ്മൾ പൊടിയുമ്പോൾ ആ തോക്കയും കൂടിയിട്ടാണ്ട് പൊടിഞ്ഞിട്ട് കഷ്ണം കഷ്ണമായിട്ട് കിടക്കും. പിന്നെ അത് വലിയ തൊരടി കേട്ടാ, കയ്യുമെന്നും കാൽമെന്നും വേറിടാതെ. അപ്പം ഞാനത് രണ്ടും വേറെടുത്തിട്ടാണ് കേട്ടോ ഉണക്കുക. എന്നാലും ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊന്ന് ചീറി അതിൻ്റെ ആ ചെറിയ മണി ഉണ്ടാവും, അതൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ പാറ്റ പോലെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ചേറി പെറുക്കി ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്കിത് എടുത്ത് വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചേറി പെറുക്കുകയാണ്. പിന്നെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇനി നിങ്ങളൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ വേണം. വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യട്ടാ. വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മളെ ഈ ഒരു ഇട്ടാവട്ടത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളെ മുന്നിലേക്കായിട്ട് വരുന്നത്. പിന്നെ കുറച്ച് പാചകമൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചുണ്ട് കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടാ. അപ്പം ഇന്നേക്ക് ഒന്നും കൂടിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലാത്തവരൊക്കെ ഒന്ന് നോക്കിക്കോളിയിട്ടൊന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കേട്ടാ, ചേറി പറക്കലൊക്കെ. അപ്പോഴേക്ക് പിന്നെ വൈകുന്നേരമായിട്ടാ. അതാ ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതേറ്റ് അവർ വന്നതാണ് കേട്ടാ. അപ്പോൾ ഏട്ടനാണ് മറ്റേ കൊണ്ടുവന്ന കുട്ടികളും. പിന്നെ ഇത് ഇന്നത്തെ രാവിലത്തെ വീഡിയോ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നൂലിപ്പിട്ടാണ് കേട്ടോ കറി, നൂലിപ്പിട്ടും നാളികേരപ്പാലും. അപ്പോൾ എന്താ കടി ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇതാണ് കേട്ടോ. പുളിദോശയൊന്നും ഇപ്പം എന്തോ ഒരു വലിയൊരു ഇഷ്ടം തോന്നണില്ല കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ആട്ടാടുള്ളൂ. പരിപ്പൊടി, പുട്ടുപൊടി, ഗോതമ്പ് പൊടി അങ്ങനെയുള്ള എല്ലാ പൊടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ അപ്പോൾ നൂലിപ്പിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെ ഒന്ന് വാട്ടി ഒക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നാളികേരപ്പാലാണ് കേട്ടോ. കറീനെക്കാട്ടിയും എനിക്കിഷ്ടം നാളികേരപ്പാൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പണിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പീച്ച് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങാന്നിട്ട്. അത് ഞാൻ മോളെ കല്യാണമൊക്കെ ആയിട്ട് വാങ്ങിയതാട്ടാ. അങ്ങനെ രാവിലെ ആവണുള്ളൂ കേട്ടാ, ഒരു 6:30 ആയിട്ടുള്ളൂ. ചിന്നു വന്നതാണ് കേട്ടാ. അപ്പോൾ ചിന്നുവിന് കുറച്ച് എല്ലൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടാ. അപ്പോൾ ഓള് തിന്നുകയാണ്. അങ്ങനെ നമ്മളെ നൂലിപ്പിട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. പിന്നെ നാളെ ഒരു 11:15 ബസ്സിന് കുറ്റിപ്പുറത്തേക്ക് പോകും കേട്ടോ. 12:15 ട്രെയിന്. ഞാൻ പറഞ്ഞല്ലോ പറശ്ശിനിക്കടവ് പോവുകയാണ്, കണ്ണൂർ മുത്തപ്പൻ്റെ അവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നൂൽപ്പിട്ടും ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നമ്മളെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വേഗം എടുത്ത് ചെയ്യാലോ. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വേവണ കുരു കേട്ടാ, ചുളയായാലും. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് ഞാൻ കുക്കറിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുക്കറിൽ അടിക്കുമ്പോൾ വേഗം വേവൂട്ടാ, വേഗം വേവും ചെയ്യും. അപ്പോൾ ആ കുക്കറിൽ തന്നെ ഇട്ടിട്ട് ഒന്നാണ്ട് ഉടച്ച് കൊടുക്കും ചെയ്യട്ടാ. അങ്ങനെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും. അതായത് എരിവ് മുന്നിട്ട് നിൽക്കരുത് കേട്ടാ, എരിവ് ഒന്ന് പിന്നോക്കം നിൽക്കണം. അപ്പോഴാണ് ആ ചക്കരിശ്ശേരിക്ക് ഒരു ടേസ്റ്റ് ഇട്ടാ. അപ്പോൾ ഞാൻ അതിലേക്ക് പിരിയമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കളറും ഉണ്ടാവും, ആവശ്യത്തിനുള്ള എരിവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ഒരു 3-4 അടി അടിച്ചിട്ടാണ്. കാരണം കുരുവെ കണ്ട് വെന്ത ഉടയട്ടെ വെച്ചിട്ട് തന്നെ ഞാൻ ഒരു 4 വിസിലടിച്ചിട്ടാണ്. അപ്പോൾ ഈ ചക്കലിശ്ശേരിയും ചക്കപ്പേരിയൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുക്കറിൽ നിന്നൊന്നും കാണില്ലല്ലോ. അപ്പോൾ അത് ഞാൻ ഒന്ന് ഉടച്ചിട്ട് ഞാൻ ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു വലിയ മുറി നാളികേരം, ഒരു 4 ചെറിയ ഉള്ളിയും ഒരു 1/2 സ്പൂണ് നല്ല ജീരകം കൂട്ടി അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒന്നുണ്ട് തിള വരുമ്പോൾ നമുക്കിതൊന്ന് വറുത്തിടാണ്ട് കേട്ടോ. പോരളി അത് മാത്രം മതിയില്ലേ. എനിക്ക് ചോറിലേക്ക് ഇഷ്ടം നല്ല കഞ്ഞി കൂട്ടിയിട്ട് കഴിക്കാനാട്ടാ. നല്ല ചോന്നരിയുടെ കഞ്ഞിയും ഇതും വയറ് നിറച്ച് കുടിക്കുക കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മളെ എലിശ്ശേരി കായുണ്ട് കേട്ടോ കൂട്ടുകാരെ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മണ്ണെണ്ണയൊന്നും കണ്ട കാലം മറന്നു. അപ്പോൾ ഗ്യാസുമ്മ വെച്ചിട്ട് തന്നെ മടാളും കത്തിയൊക്കെ ഒന്നാണ്ട് ചൂടാക്കിയിട്ട് ഒന്നുകൊണ്ട് തുടച്ചെടുത്തിട്ടാ. അപ്പോൾ ആ മടാളാണ്ട് വൃത്തിയാവുമല്ലോ.
അങ്ങനെ ഇമ്മളെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇതാണ് കേട്ടോ. പിന്നെ മോളെ ഒരു ദിവസം രാവിലെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരു കിളി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു പാട്ട് പാടുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അതൊന്ന് പിടിച്ചിട്ട് എനിക്ക് വിട്ട് കഴിയുമെന്നിട്ടാ. ഇതുണ്ടല്ലേ ഒരാൾ ഉറങ്ങണം, ഇങ്ങനെ ആരെങ്കിലും ഉറങ്ങണം കണ്ടിട്ടുണ്ട്. അപ്പം മണി പ്രസവിച്ചതിൻ്റെ പിന്നാലെ പൊന്നും പ്രസവിച്ചിറക്കണം കേട്ടോ മക്കളെ. അപ്പം ഈ പൊന്നു 2 മക്കളായിട്ട് ഒരു സ്ഥലത്ത് പോയി കിടക്കുന്നുണ്ട്. ഒരു കുട്ടി ഇവിടെ കുറേ നേരമായി കരച്ചിൽ കേൾക്കണം. അപ്പം ഞാനൊന്ന് പോയി നോക്കുമ്പോൾ തറവാട്ടിലത്തെ ഉമ്മറത്തിൻ്റെ സെറ്റിൻ്റെ അടിയിൽ ഒരു കുട്ടി, അത് ഓളെ പോലത്തെ കറുത്തതാട്ടാ. അപ്പം കറുത്തേനെ ഓൾക്ക് പറ്റിയില്ല തോന്നുന്നുണ്ട്. അതിനെ ഇവിടെ നിർത്തിയിട്ട് വെള്ളയും കറുപ്പുള്ള 2 എണ്ണത്തിനായിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഓൾക്ക് എടുക്കുന്നുണ്ട് കേട്ടാ. ഇതിങ്ങനെ കീച്ചിട്ട് കരയുക, അത് കണ്ടില്ലേ പാവാവുക കേട്ടാ. അപ്പം ഞാൻ ഓളെ എടുത്തിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് കൊടുത്തപ്പോൾ അപ്പോൾ ഓള് കൊണ്ടുപോകുന്നുണ്ട് കേട്ടാ. കണ്ടാ എടുത്തോ. അപ്പം ഞാൻ അതിനവിടെ കൊണ്ടുവച്ച് കൊടുത്ത് ഇങ്ങനത്തെ എല്ലായിടത്തേക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പോകും. അത് കണ്ടില്ലേ പാവം. എന്നിട്ട് ഞാൻ ഒരു തുണിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാ അതിൽ കിടന്നു ഭാഗമൊക്കെ മറച്ചിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടാ. വെറുകേരയിൽ മണിട്ടാ. ഇനി കുഞ്ചു പ്രസവിക്കാണ്ട് മണിയുടെ 0 മകള് പ്രസവിക്കാണ്ട് എന്താ ഇപ്പം ചെയ്യാന്ന് ആലോചിക്കുക. കണ്ടില്ലേ. അപ്പോൾ എടുത്തു കൊടുന്നപ്പോൾ ഈ കുട്ടികളെ തീരെ നോക്കൂല കേട്ടോ. ഈ പൊന്നു ഒന്നിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കും, ഒന്നിനെ വേറൊരു കൊമ്പത്ത് കൊണ്ടുവയ്ക്കും. ഒരു അശ്രീകരം പിടിച്ചാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ കിളി പ്രസവിച്ചത്ര ഒരു കുട്ടീൻ്റെ കേട്ടാ. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് പാടും. എന്തൊരു ഭംഗിയുള്ള, നമുക്ക് യൂട്യൂബ് ലൈബ്രറിയിൽ കൂടി കിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു മ്യൂസിക്. അപ്പോൾ ഓൾക്ക് അയച്ചു തന്നിട്ടാ. പക്ഷേ അന്ന് അയക്കാൻ പറ്റിയില്ല, പിന്നെയാണ് അയച്ചത്. കുറച്ച് ഭാഗം ഉണ്ടായിരുന്നുള്ളത് കണ്ടില്ലേ. ഈ ചോന്ന നിറമുള്ള ആ കിളിയാട്ടാ, അത് അച്ഛൻ കിളി അത്ര കേട്ടാ. അമ്മക്കിളി കുട്ടികളെ അടുത്ത് ഇങ്ങനെ ഇരിക്കും അത്ര. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരെ.